to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇതൊരു വിങ്ഡ് ഐലൈനറിൽ സ്മോക്കി ആയിട്ട് വന്നിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ വീഡിയോക്ക് പോണതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ parvathy_makeover എന്ന് പറഞ്ഞ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ താല്പര്യമാണെങ്കിൽ parvathy_makeup എന്ന് പറഞ്ഞ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് തന്നെ പ്രെപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. പ്രിപ്പറേഷന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് മോയ്സ്ചറൈസറാണ്. ആദ്യം ഫേസ് എല്ലാം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, മോയ്സ്ചറൈസറിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട്&കീയുടെ വാട്ടർമെലൺ മോയ്സ്ചറൈസറാണ്. ഒരു മാറ്റ് ഫിനിഷ് മോയ്സ്ചറൈസറാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറൊന്നും അല്ല. ബട്ട് മാറ്റ് ലുക്ക് ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഒരു ജെൽ കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് ഉള്ളത്, പക്ഷെ മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. കൺസീലറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ടാർട്ടിൻ്റെ കൺസീലറാണ്. ഇത് അത്യാവശ്യം കവറേജ് ഉള്ളൊരു കൺസീലറാണ്. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ ഐ ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അതൊരു കൺസീലറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഐ പ്രൈമറും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ കൺസീലർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒന്ന് പൗഡർ വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ക്രീം അപ്ലൈ ചെയ്തിട്ട് അത് ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു സ്മഡ്ജ്ഡ് ലൈനർ ലുക്ക് പോലത്തെ ഒരു ഐ മേക്കപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെയാണ്. ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത് പറയണതെന്ന്. ഐ ലൈനർ വരച്ചു കൊടുക്കുക. സ്വിസ് ബ്യൂട്ടിയുടെ ജെൽ ഐ ലൈനറാണ് വരച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ജെൽ ഐ ലൈനറാണ്. അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐ ലൈനർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെൽ ഐ ലൈനർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ ജെൽ ഐലൈനറും വരുന്നുണ്ട്, ഐബ്രോ സെറ്റ് ചെയ്യാനുള്ള സാധനം വരുന്നുണ്ട്. രണ്ടും കൂടെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ആംഗിൾഡ് ബ്രഷ് വെച്ചിട്ട്, ഓക്കെ കണ്ടല്ലോ ബ്രഷിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഒരു സ്മഡ്ജ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കൂടെ ഈ സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ മിക്സ് ബ്ലാക്കും ബ്രൗണും കൂടെ ഉള്ള ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ട് ഐ ഷാഡോ മിക്സ് ചെയ്തിട്ട് വേണം ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഒരു രീതിയിൽ നമ്മുടെ ഐ ലൈനർ വരത്തുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണേന്നുള്ളത്. അത് നന്നായിട്ട് തന്നെ ലൈക്ക് എൻഡ് പോർഷനിൽ നന്നായിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സ്മഡ്ജ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് സ്മഡ്ജ് ചെയ്ത് മേലേക്ക് കൊണ്ടുവന്നാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പാണ്. നിങ്ങൾക്കൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തായാലും ഏതൊരു ഫംഗ്ഷനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഈസി പീസി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഞാൻ ഏത് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഈസി പീസി മേക്കപ്പ് ലുക്കാണെന്ന്. മേക്കപ്പ് പഠിച്ചു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പാടായിട്ട് തോന്നും, പക്ഷെ അല്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. കാര്യം നമ്മൾ ഒരുപാട് ഷെയ്ഡ്സ് ഒന്നും വെച്ച് ഇവിടെ കളിക്കുന്നില്ല. ആകെ ഐ ലൈനറും കുറച്ച് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഐ ഷാഡോ വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഒരു സിൽവർ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് എടുത്തിട്ട് ജസ്റ്റ് മേലെ മീൻസ് ഐയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തകണ്ട ഇത് ഊരുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ കറക്റ്റ് ലൈനർ നമുക്ക് മനസ്സിലാകാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വിങ്ഡ് ലൈനർ നമുക്ക് കിട്ടി, സ്മഡ്ജ്ഡ് ലൈനർ. അതിനുശേഷം നമ്മൾ റീകോഡിൻ്റെ ഒരു ബ്രൗൺ ലൈനർ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മസ്കാരയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ കൊളോസൽ മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. കുറച്ചൊരു നല്ലൊരു ഇങ്ങനെ കണ്ണ് നല്ല വെടർന്നിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൾസ് ലാഷസ് യൂസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് നല്ല ലാഷസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മസ്കാര വെച്ചിട്ട് തന്നെ കുറച്ചധികം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ എനിക്ക് വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോൾസ് ലാഷസ് വയ്ക്കും.
അതിനുശേഷം നമ്മൾ ബ്രൗസ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗസ് നമ്മൾ നേരത്തെ എടുത്ത സെയിം പ്രോഡക്റ്റാണ്, ആസിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ജെൽ സംഭവമില്ലേ, അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ല. ഉള്ള ഐബ്രോസ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് ഐബ്രോസ് ഇച്ചിരി പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഞാൻ അതിൽ തന്നെ ആണ് വർക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫേസിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മിലാനി കൺസീൽ 2-in-1 ഫൗണ്ടേഷനും അതുപോലെ തന്നെ e.l.f ഹാലോ ഗ്ലോ ഫിൽറ്ററുമാണ്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് നല്ലൊരു കവറേജും കിട്ടും, അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോയും കിട്ടും. ഓക്കെ, e.l.f എന്ന് പറയുന്നത് നമ്മുടെ ഷാലറ്റ് ടിൽബറിയുടെ ഒരു ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കിഡിലം പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ എന്തൊരു ഗ്ലിറ്ററി ഫേസ് ഗ്ലോ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടിപൊളി പ്രോഡക്റ്റാണ്. 1000 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഷാലറ്റ് ടിൽബറി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് 3000-4000 റേഞ്ചിൽ വരുന്ന സാധനമാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് റേറ്റ് കുറവാണ്. ഫേസിലെല്ലാം തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം ബ്രഷാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്പഞ്ചായാലും കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യണേക്കാട്ടിലും ബ്രഷാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, എക്സ്ട്രാസ് വല്ലതും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാസ് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. എലികളിൻ്റെ HD കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈറ്റർ കൺസീലേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന കൺസീലറാണ്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലും കൂടെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ കൺസീലിംഗ് സ്റ്റെപ്പിൽ കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ഈ സെയിം കാര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റായി കിട്ടും. ഓക്കെ, അല്ലാതെ അത് നിങ്ങൾക്ക് ബ്രൈറ്റ് സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫേസ് മൊത്തത്തിൽ ലൈറ്റർ ഷെയ്ഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാതെ കൺസീലർ ലൈറ്റർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം മൂക്ക് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രോൺസർ കോണ്ടോറാണ്. ഓക്കെ, ഷുഗറിൻ്റെ പ്രോഡക്റ്റാണ്. ക്യാരമൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് ഒന്ന് മൂക്ക് കോണ്ടോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ താഴെയും കൂടെ ഒന്ന് കോണ്ടോർ ചെയ്യുന്നത്. അപ്പോൾ ചുണ്ട് കുറച്ച് പൗട്ടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്കിൻ്റെ HD പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബ്രഷ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട. വളരെ കുറച്ച് പ്രോഡക്റ്റ് കയ്യിലെടുത്ത് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് നമ്മൾ ഫേസിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ പ്രോ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് പാലറ്റാണ്. ഇതിൽ ഹൈലൈറ്റർ വരുന്നുണ്ട്, കോണ്ടോർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലഷസ് ഒരു 6 വരുന്നുണ്ട്. അത് വെച്ചിട്ട് 2 ബ്ലഷ് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇടുമ്പോഴത്തേക്കും അത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കൂടുതലിട്ടാലേ അങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലിപ്പ് ചെയ്യണതിന് മുന്നേ ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. ഇതൊരു സെറ്റാണ് കേട്ടോ, ലൈനറിൻ്റെ സെറ്റാണ് വരുന്നത്. ഞാൻ ലിങ്ക് കിട്ടുമെങ്കിൽ താഴെ കൊടുത്തേക്കാം. അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ലൈനർ ബ്രഷിൻ്റെ ലൈനറിൻ്റെ സെറ്റാണ്. ലിപ്പ് ലൈനറിൻ്റെ സെറ്റിൽ നിന്നുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് വോയേജർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലിക്വിഡ് ലൈനർ വെച്ചിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടില്ലാത്തൊരു കണ്ടോ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്.
ഇപ്പോൾ ലൈനർ ഇല്ലെങ്കിലും ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ കറക്റ്റ് സ്റ്റെപ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ചിലത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയി പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ലിപ്സ്റ്റിക്കും നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഫൈനൽ വേണമെങ്കിൽ നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് ഫിക്സിങ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്റ്റെപ്സ് ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.